മോളുടെ ഇന്ന് അഡ്മിഷന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ പോകേണ്ടതാണ്. അത് സാധിക്കുന്നില്ല. ആളുകൾക്കെല്ലാം ഈ ലൂക്കോസിനെ കുറിച്ച് പറയുമ്പോൾ അത് തന്നെയാണ്, വിരുമ്പിക്കൊണ്ട് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. കുടുംബത്തിൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊല്ലം സ്വദേശികളായ 3 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ വെളിച്ചിക്കാല സ്വദേശിയായിട്ടുള്ള ലൂക്കോസിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആകെ വിഷമത്തിലാണ് കുടുംബമൊക്കെ ആയിരിക്കുന്നത്. കാരണം മകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അടുത്ത മാസം വീട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ അതിദാരുണമായ ഒരു സംഭവം നടന്നത്. കുടുംബത്തോടും ബന്ധുക്കളോടൊക്കെ സംസാരിക്കുമ്പോഴും അവരെ ഏറ്റവും അധികം വിഷമത്തിലാക്കുന്നതും ഈ ഒരു കാര്യം തന്നെയാണ്. കാരണം മകൾ നല്ല മാർക്കോടുകൂടെ +2 പാസ്സായി അപ്പോൾ വീട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഏകദേശം 18 വർഷത്തോളമായി അവിടെ ജോലി ചെയ്യുകയാണ്. ഫോർമാനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. അതിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ വാർഡിലെ മെമ്പർ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്? എന്നും രാവിലെ ഒരു ജോലിക്ക് പോകുന്ന മുമ്പൊക്കെ ഒരു 5-6 പ്രാവശ്യമെങ്കിലും കുഞ്ഞുങ്ങളോടും അപ്പച്ചനോടും അമ്മച്ചോടും ഒക്കെ സംസാരിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു മിസ്റ്റർ ലൂക്കോസിനുള്ളത്. അപ്പോൾ ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് ശേഷം ഫോൺ കോളൊന്നും വന്നില്ല. അപ്പോൾ ചെറിയൊരു എന്താണ് വിളിക്കാത്തതെന്ന് പലരോടും വിളിച്ചു ചോദിച്ചപ്പോഴും മറുപടി എങ്ങൊന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു ഉച്ചയോടുകൂടി തന്നെ പല ചാനലുകളും ഇങ്ങനെ ചില പേരുകൾ എഴുതി കാണിക്കുന്നു എന്നൊരു റൂമർ കിട്ടിയതിന് അടിസ്ഥാനത്തിൽ ഇവിടെ ആശങ്കയേറുകയും അവിടെ ചിലരോടൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് എന്നും മിസ്സിംഗ് കേസാണെന്നാണ് ആദ്യം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചില സ്ഥിരീകരണങ്ങൾ അവിടെ ഇവിടെയായിട്ട് വന്നു. എന്നാൽ ഞങ്ങൾക്ക് ഇതുവരെയും എംബസിയുടെ ഭാഗത്തു നിന്നോ ഔദ്യോഗികമായ ഒരു റിപ്പോർട്ട് ഇതുവരെ ഞങ്ങൾക്ക് കുടുംബത്തെ വിളിച്ചറിയിക്കുകയൊന്നും ചെയ്തിട്ടില്ല. വൈകുന്നേരം സമയമായപ്പോൾ ഞങ്ങൾ ആദിച്ചല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് 8 ഇപ്പോൾ വൈകുന്നേരം ഞാനിവിടെ വരികയും പ്രിയപ്പെട്ട NK പ്രേമേന്ദ്ര സാറിനെ വിളിക്കുകയും അദ്ദേഹം ഈ പേര് നോട്ട് ചെയ്യുകയും അപ്പോഴാണ് സാറ് പോലും അറിയുന്നത് വെളിച്ചിക്കാല ഭാഗത്ത് ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം തന്നെ ഉടൻ തന്നെ സഹമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ പേര് കൊടുക്കുകയാണ് ഉണ്ടായത്. ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. അതായത് അവിടുത്തെ ഈ സുഹൃത്തുക്കളും പള്ളിയിലെ ആളുകളിൽ നിന്നുമാണ് മനസ്സിലാക്കുന്നത്. യെസ് അവിടുത്തെ സുഹൃത്തുക്കളിൽ നിന്നും അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന മറ്റ് കമ്പനികളിലുള്ള ആളുകളിൽ നിന്നുമാണ് ഇങ്ങനൊരു സന്ദേശം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതുവരെയും തയ്യാറെടുപ്പുകൾ നടത്തുമായിരുന്നു അല്ലേ വീട്ടിലേക്ക് വരാനായിട്ട്? അതെ. നെക്സ്റ്റ് മന്തിൽ മൂത്ത കുഞ്ഞ് +2 പാസ്സായി കഴിഞ്ഞതാണ്. ആ കുഞ്ഞിനെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് നെക്സ്റ്റ് മന്ത് ലൂക്കോസ് നാട്ടിലേക്ക് വരാനായിട്ട് തയ്യാറെടുപ്പുകൊണ്ടിരുന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഒന്നും ഇപ്പോൾ പറയാനാവാത്ത, വീട് പോലും ഉൾക്കൊള്ളാൻ വയ്യാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അത് തന്നെയാണ് ഏറ്റവും വിഷമകരമാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ കാര്യം. കുടുംബത്തെ വിവരം അറിയിച്ചെങ്കിൽ പോലും അവർക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ലൂക്കോസിൻ്റെ ഒപ്പം സുഹൃത്തും കുടുംബ സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള വ്യക്തിയാണ് ചേരുന്നത്. എങ്ങനെയായിരുന്നു നിങ്ങളൊക്കെ ലൂക്കോസ്? ആക്ച്വലി ഞാൻ ഒമാനിലാണ് ഉള്ളത്. എൻ്റെ ഒരു കസിനും അതോടൊപ്പം കുടുംബ സുഹൃത്തും ഏറ്റവും അടുത്ത സന്നദ്ധ സഹചാരിയാണ്. ഞാൻ ഒമാനിലാണെങ്കിലും അദ്ദേഹം കുവൈറ്റില്ല. ഞങ്ങൾ ഒരുമിച്ചാണ് ലീവിന് വരുന്നത്. പല കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും. ആക്ച്വലി ഇന്നിന് രാവിലെ എനിക്ക് ഫ്ലൈറ്റാണ്. അത് ക്യാൻസൽ ചെയ്തു ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം. പറയാൻ പറ്റുന്നില്ല ഒന്നും. ആളുകളോട് ചോദിക്കുമ്പോഴും അത് തന്നെയാണ്, എല്ലാവരോടും അത്ര ഒരു കെയറിംഗ് ഒക്കെ ആയിട്ട് പെരുമാറുന്നത്. നാട്ടിൽ വന്നാൽ തന്നെയും എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ഇടപെട്ട്, അതായത് അവൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ചർച്ചിൻ്റെ കാര്യങ്ങളാണെങ്കിലും വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ഒന്നും പറയാൻ കഴിയുന്നില്ല. അത്ര തന്നെ. മോളുടെ ഇന്ന് അഡ്മിഷന് വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ പോകേണ്ടതാണ്. അത് സാധിക്കുന്നില്ല. ആളുകൾക്കെല്ലാം ഈ ലൂക്കോസിനെ കുറിച്ച് പറയുമ്പോൾ അത് തന്നെയാണ്, വിരുമ്പിക്കൊണ്ട് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. കുടുംബത്തിൻ്റെ അവസ്ഥയും അത് തന്നെയാണ്. കഴിഞ്ഞ മാസം വരാനൊരു ശ്രമം നടത്തി. പക്ഷേ അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് അടുത്ത മാസത്തിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ അവർക്ക് ആവശ്യപ്പെടാനുള്ളത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും വേഗം മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അഭ്യർത്ഥന. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ മനോജ് PL-നൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.